കുക്കിംഗ് ഫോർമുലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പുതിയ വീട്ടിലേക്ക് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയ കുറച്ച് സാധനങ്ങളുടെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഇത് ഒരു ടീ കോഫി മഗ്ഗാണ്. 6 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണിത്. 220 ml ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ ഞാനിത് അധികം യൂസ് ചെയ്തിട്ടില്ല, 1-2 പ്രാവശ്യം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇതേക്കുറിച്ച് കറക്റ്റായിട്ടൊരു റിവ്യൂ പറയാനുള്ള സമയമായിട്ടില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 6 എണ്ണത്തിൻ്റെ സെറ്റാണ് വാങ്ങിയത്. അടുത്തതൊരു വുഡൻ ഫിനിഷിങ്ങോട് കൂടി വരുന്ന കപ്പ് ഹോൾഡറാണ്. 6 ഹുക്ക് വരുന്ന കപ്പ് ഹോൾഡറാണിത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ഐറ്റമാണ്. നമുക്കിനി ഇത് ഇത്രയും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ 1-2 എണ്ണം വേണമെങ്കിൽ ഇതിൽ അഴിച്ച് ഹുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഐറ്റമാണിത്. അടുത്തത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത്. അഡ്ജസ്റ്റബിൾ പാൻ ലിഡ് ഓർഗനൈസർ. സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് ഇതും. ഇതേപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വെക്കാവുന്നതാണ്. ഇതിൽ കൂടുതലും നമ്മൾ വാങ്ങുന്ന പാത്രങ്ങളുടെ ലിഡുകൾ, പിന്നെ പാന്, അതെല്ലാം നമുക്കിതിലിങ്ങനെ ചരിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള സാധനത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യുക, ഇതേപോലെ വെക്കുക. ഞാൻ ദോശത്തവ, ചപ്പാത്തി തവ, പിന്നെ എൻ്റെ കയ്യിലുള്ള പാനുകൾ, അതൊക്കെ ഇതിലാണ് സൂക്ഷിക്കാറുള്ളത്. നമ്മൾ സാധാരണ ഒന്നിൻ്റെ മുകളിലായിട്ട് ഒന്നിങ്ങനെ വെക്കുമ്പോൾ സ്ക്രാച്ച് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാവുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് കാണുകയും ചെയ്യാം. നല്ല ഭംഗിയായിട്ട് ഇത് കിച്ചണിൽ സ്റ്റോർ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കിച്ചണിൻ്റെ ഒരു ഷെൽഫിലായിട്ട് ഇതേപോലെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാനും എടുക്കാനും ഒക്കെ വളരെ സൗകര്യമാണ്. അടുത്തത് ബെർജ്നർ ട്രൈപ്രോ ട്രിപ്ലേ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു മിൽക്ക് പാൻ ആണ്, അല്ലെങ്കിൽ ടീ പാൻ എന്ന് പറയാം. 18 cm ആണ് ഇതിൻ്റെ ഡയമീറ്റർ. കപ്പാസിറ്റി 2.2 liters ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണിത്. നമുക്കിത് കയ്യിലെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. നല്ല വെയിറ്റ് ആണ്. അത്യാവശ്യം ഒരു ഫാമിലിക്ക് വേണ്ടുന്ന ചായയും പാലൊക്കെ നമുക്കിതിൽ തിളപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുകയാണ്. അടുത്തത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബൗളാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബൗളാണ്. ഇതിൻ്റെ പല വലിപ്പത്തിൽ കിട്ടും. അപ്പോൾ ഞാൻ നല്ല വലിപ്പമുള്ളത് തന്നെയാണ് വാങ്ങിയത്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതൊരു ഐക്യ പ്രോഡക്റ്റാണ്. ഡിഷ് വാഷർ സേഫാണ്. നമുക്ക് കേക്കിൻ്റെ മിക്സ് തയ്യാറാക്കാം, പിന്നെ അതേപോലെ തന്നെ ചപ്പാത്തി മാവ് കുഴയ്ക്കാം, ഇടിയപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കാം, പുട്ട് നനയ്ക്കാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല ക്വാളിറ്റിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഐക്യയുടെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ക്വാളിറ്റിയാണ്. അടുത്തതൊരു മെറ്റൽ കട്ട്ലറി ഹോൾഡറാണ്. നമുക്ക് സ്പൂണ്, ഫോർക്ക്, നൈഫ് ഇതെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു സിലിക്കോണിൻ്റെ ഒരു സെറ്റ് 5 പീസിൻ്റെ സ്പാച്ചുല സെറ്റും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇതും നല്ലതാണ്, ഓരോരോ ആവശ്യങ്ങൾക്കായിട്ടുള്ളതാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള വേറെ വുഡൻ സ്പാച്ചുല സെറ്റൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഒരുപാട് വെള്ളത്തോടു കൂടി ഇതിലേക്ക് കഴുകി ഡയറക്റ്റ് ഇതിലേക്ക് വെക്കാറില്ല. ഒന്ന് വെള്ളം പോയ ശേഷമാണ് ഇതിൽ വെക്കാറുള്ളത്. അടുത്തത് ഒരു സ്റ്റോറേജ് ബോക്സ് ആണ്. പ്ലാസ്റ്റിക് ആണിത്. ഇതിന് ഹാൻഡിൽസ് ഉണ്ട്. നല്ല കാണാനായിട്ട് നല്ല ക്യൂട്ടാണിത്. പിന്നെ നമുക്കിതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളതാണ്. ഇതിലിപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും, ഇപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിലിങ്ങനെ ഇട്ട് വയ്ക്കാം. നമ്മൾ യൂസ് ചെയ്തിട്ട് പൊട്ടിച്ച ശേഷം സീൽ ചെയ്ത് വെക്കുന്ന ഐറ്റംസ് ഇതിൽ സ്റ്റോർ ചെയ്യാം. അങ്ങനെ എന്താവശ്യത്തിന് വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട്. നമ്മുടെ കബോർഡിൽ ഇത് നമുക്ക് നല്ലോണം ഒതുക്കി വയ്ക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഓയിൽ ഡിസ്പെൻസറാണ്. 2 എണ്ണത്തിൻ്റെ 500 ml 2 എണ്ണമാണ് വാങ്ങിയിട്ടുള്ളത്. ഇതൊരു സെറ്റായിട്ടാണ് വരുന്നത്. ഇത് ലീക്ക് പ്രൂഫാണ്. വളരെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റമാണിത്. ഇതേപോലെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം, ഓയിൽ ഒഴിക്കാം. ഇത് ചെറിയ ഒരു ഹോള് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഓയിൽ അധികം വീഴില്ല, വളരെ കുറച്ച് മാത്രമേ വീഴുള്ളൂ. നമുക്ക് ഓയിൽ തീർന്നു കഴിയുമ്പോൾ തുറന്ന് ഇത് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. 2 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ 2 ടൈപ്പിലുള്ള ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ ഇതിലേക്ക് ഓയിൽ ഒഴിക്കാനായിട്ട് ഇതേപോലൊരു ഫണലും കൂടെ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സിലിക്കോണിൻ്റെ ഫണലാണ്. നല്ല സാധനമാണ്.
ഇതും ഒരു IK പ്രോഡക്റ്റാണ്. നമുക്ക് കുറച്ച് ഓയില്, വിനീഗർ അതുപോലെയൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഒക്കെ അടുത്ത് ഇതേപോലെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ആവശ്യത്തിന് കടുക് താളിക്കാൻ അങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ ഓയിൽ നമുക്ക് ഇതിലേക്ക് എടുക്കാം. ഇത് ഗ്ലാസ് ആണ്. പിന്നെ ഇതിൻ്റെ അടപ്പ് മൂടി എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ ഇതും അതെ, ഓയിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചരിഞ്ഞ് ഒരുപാട് വീഴുമൊന്നുമില്ല. ആവശ്യത്തിന് നമുക്ക് ഓയിൽ ഇതിൽ നിന്ന് വീഴുള്ളൂ. അടുത്തത് ഹോക്കിൻസിൻ്റെ കോഞ്ചൂറ 3 ലിറ്റർ കപ്പാസിറ്റി ഉള്ള പ്രഷർ കുക്കറാണ്. നമ്മുടെ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ് ഈ കുക്കർ. അടുത്തത് സ്റ്റോറേജ് ഗ്ലാസ് ജാറുകളാണ്. ഇത് പല വലിപ്പത്തിലുള്ളത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതിൽ കുറച്ചൊക്കെ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. അതായത് 1 ലിറ്റർ കപ്പാസിറ്റി ഉള്ളതൊക്കെ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ അതിൻ്റെ താഴെ 600 ml ഉണ്ട്. പിന്നെ അതിൻ്റെ താഴെയുള്ള സൈസും ഉണ്ട്. അതൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പയറ്, പരിപ്പ്, മുളക്, ഉഴുന്ന് പരിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ലിഡ് ക്ലിയർ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് മുകളിൽ നിന്ന് തന്നെ കാണാം. അപ്പം ഞാൻ ഇതേപോലെ തന്നെ ഡ്രോയിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തുറക്കുമ്പോൾ തന്നെ കാണാനും സാധിക്കും എന്തൊക്കെയാണ് ഇതിൽ ഇട്ട് വെച്ചിരിക്കുന്നതെന്ന്. പിന്നെ നമുക്ക് കഴുകി ക്ലീൻ ചെയ്തൊക്കെ യൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ പ്ലാസ്റ്റിക്കിലൊക്കെ സ്റ്റോർ ചെയ്യുന്നതിലും കൂടുതലും നല്ലത് ഇതേപോലത്തെ ഗ്ലാസ് ജാറുകളിൽ സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ ഇത് അതിൻ്റെ താഴെയുള്ള സൈസാണ്. 600 ml ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇതിൽ മസാലപ്പൊടികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ സൂക്ഷിക്കുന്നത്. ഇതിൻ്റെ തന്നെ ഏറ്റവും ചെറിയ സൈസിൽ നമുക്ക് ജീരകപ്പൊടി, മസാലപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇത് എല്ലാം ഒരേ ടൈപ്പിൽ തന്നെയുള്ളതാണ്. ഇതിൻ്റെ കപ്പാസിറ്റി മാത്രം, സൈസിൽ മാത്രം വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ. അടുത്തത് ഒരു ലേബലിൻ്റെ സെറ്റാണിത്. ബ്ലാക്ക് കളറിലുള്ള ലേബലാണ്. ഇത് സ്റ്റിക്കറാണ്. 84 റീയൂസബിൾ വാട്ടർ പ്രൂഫ് ലേബൽസ് ആണ് ഇതിലുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു വൈറ്റ് പെൻസിലും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ കാണിച്ച ഗ്ലാസ് ജാറിലൊക്കെ നമ്മൾ എന്ത് സാധനമാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അത് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ എഴുതി നമുക്ക് ഒട്ടിക്കാം. പിന്നെ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് കളഞ്ഞിട്ട് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ആ സ്റ്റിക്കർ നമുക്ക് വലിച്ച് കളയാം. ഇതേപോലെ സ്റ്റിക്കർ എടുക്കുക, ആദ്യം എഴുതുക, എന്നിട്ട് ഇതേപോലെ സ്റ്റിക്കർ വലിച്ചിട്ട് നമുക്കിതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. കാണാനും നല്ല ഭംഗിയാണ്. ഇനി ഇതിപ്പോൾ നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് തുടച്ച് കളഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ എഴുതാം. അത്ര പെട്ടെന്നൊന്നും മാഞ്ഞു പോവുകയില്ല. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ഒരെണ്ണത്തിൽ എഴുതിയിരുന്നതാണ്. അതിപ്പോൾ ഞാനത് കളഞ്ഞു, റബ്ബ് ചെയ്ത് പതുക്കെ ഒന്ന് വെള്ളം തൊട്ട് തുടച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും അതിൻ്റെ മുകളിൽ കൂടെ എഴുതാം. ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റോർ ചെയ്യുന്ന ഐറ്റത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയെന്നുണ്ടെങ്കിൽ ഇതേപോലെ എഴുതി യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു IKയുടെ പ്രോഡക്റ്റാണ്. ഇതൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഒരു കൊളാൻഡറാണ്. ഇത് വളരെ യൂസ്ഫുള്ളാണ്, അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ കഴുകി നമുക്കിതിൽ വെള്ളം ഡ്രെയിൻ ചെയ്യാനായിട്ടിടാം. അതുപോലെ ന്യൂഡിൽസ്, പാസ്ത ഇതൊക്കെ കുക്ക് ചെയ്ത ശേഷം വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാനായിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഇത് സിങ്കിൽ തന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതുകൊണ്ട് തന്നെ വളരെ യൂസ്ഫുള്ളാണ്. ഞാനിത് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ്. അടുത്തത് ഒരു സ്റ്റോറേജ് ഓർഗനൈസറും ഒരു 2 സോപ്പ് ഡിസ്പെൻസറും കൂടെ വരുന്ന ഒരു സെറ്റാണ്. ഇതെല്ലാം വേറെ വേറെ വാങ്ങിയതാണ് കേട്ടോ, ഒന്നിച്ച് വരുന്നതല്ല. ഇതിൽ കറക്റ്റായിട്ടിരിക്കുന്ന 2 സോപ്പ് ഡിസ്പെൻസറുണ്ട്. 2 കളറിലാണ്, ഒരെണ്ണം ഗ്രീനും ഒരെണ്ണം ബ്ലാക്കും. അപ്പോൾ ഇതിലൊന്നിൽ നമുക്ക് ഡിഷ് വാഷിംഗ് ലിക്വിഡ് യൂസ് ചെയ്യാം, മറ്റേതിൽ നമുക്ക് ഹാൻഡ് വാഷ് യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ സ്ക്രബും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെ ഒതുങ്ങിയിരുന്നോളെന്ന് മാത്രമല്ല കാണാനും നല്ല ഭംഗിയായിട്ടുള്ളൊരു ഐറ്റമാണിത്. അടുത്തത് ഒരു റൈസ് സ്റ്റോറേജ് ബോക്സാണ്, ഒരു റൈസ് ഡിസ്പെൻസർ എന്ന് പറയാം. ഇതൊരു 5 kg കപ്പാസിറ്റി വരുന്നൊരു ബോക്സാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പും ഇതേപോലെ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല സൗകര്യപ്രദമായിട്ടുള്ളൊരു ബോക്സാണ്. ഇപ്പോൾ കിച്ചണിൻ്റെയൊക്കെ നമുക്ക് കബോർഡിൻ്റെ ഉള്ളിൽ ഇത് ഒതുക്കി വയ്ക്കാവുന്നതാണ്. ഇതിപ്പോൾ 5 കിലോയുടെയാണ്. ഇതേപോലെ തന്നെ പല കപ്പാസിറ്റിയുടെ ഉണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് അടയ്ക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ, ഇതിപ്പോൾ ഞാൻ ഗ്രാമ്പുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീടങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തുറക്കാവുന്നതാണ്. ഇത് 10 കിലോയുടെ ബോക്സാണിത്. 10 കിലോയുടെ കപ്പാസിറ്റി വരുന്ന ബോക്സാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന അരിയൊക്കെ ഇതിലാണ് സ്റ്റോർ ചെയ്യുന്നത്. മറ്റേതിൽ നമുക്ക് പച്ചരിയോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ പൊന്നിയരിയോ അങ്ങനെയൊക്കെ പലതും സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഈ 10 കിലോ വരുന്ന ഡിസ്പെൻസറിൽ ഇതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ഇതേപോലെ തന്നെ ക്ലിപ്പുകളാണ് വരുന്നത്. ഒരു സൈഡിലൊക്കെ ക്ലിപ്സ് ഉണ്ട്.
നമുക്ക് റൈസ് എടുക്കാനായിട്ട് ഉള്ള ആ സമയത്ത് മാത്രം ഫ്രണ്ടിൽ ഈ ഒരു ക്ലിപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതേപോലെ ഓപ്പൺ ചെയ്യുക, അരി എടുക്കുക. മുഴുവനായിട്ട് തുറക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ ഇത് കാണാനും നല്ല ഭംഗിയാണ്, പിന്നെ നമ്മുടെ കബോർഡിൻ്റെ ഉള്ളിൽ ഇത് ഒതുങ്ങിയിരുന്നോളും എന്നുള്ളതാണ്. അടുത്തതൊരു നൈഫിൻ്റെ സെറ്റാണ്. അഗാരോ എന്ന് പറയുന്ന കമ്പനിയുടെ 3 സൈസിലുള്ള നൈഫാണിത്. നല്ല മൂർച്ചയുള്ള കത്തിയാണിത്. ഞാനിതിപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള കത്തിയാണിത്. അടുത്തത് നല്ല ക്യൂട്ടായിട്ടുള്ള ടീ, കോഫി, ഷുഗറിൻ്റെ കണ്ടെയ്നർ സെറ്റാണ്. 3 എണ്ണം വരുന്ന സെറ്റാണിത്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. പെട്ടെന്ന് തിരിച്ചറിയാൻ എളുപ്പമാണ്. അതുമാത്രമല്ല നമ്മുടെ കിച്ചണിൽ നല്ല ഭംഗി കൂട്ടുന്ന ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഇത് സോൾട്ട് ഇട്ട് വെക്കാനുള്ള ഒരു വുഡൻ കണ്ടെയ്നറാണിത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അന്ന് ഞാൻ ടീ, കോഫി, ഷുഗറിൻ്റെ അതേപോലെ തന്നെ സോൾട്ടിൻ്റെ നോക്കിയെങ്കിലും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഇതുപോലെ ഒന്നാണ് കിട്ടിയത്. അപ്പം ഉപ്പൊക്കെ നമ്മൾ സൂക്ഷിക്കുമ്പോൾ ഇതേപോലെയുള്ള സ്റ്റോറേജ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ സ്പൂണുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സോൾട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കണ്ടെയ്നറാണിത്. അപ്പോൾ ഇതാണ് സോൾട്ട് സൂക്ഷിക്കാനായിട്ട് ഞാൻ വാങ്ങിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ടീ, കോഫി, ഷുഗർ സെറ്റിൻ്റെയൊക്കെ ചെറിയ വലിപ്പത്തിലുള്ള കണ്ടെയ്നേഴ്സാണിത്. അപ്പോൾ ഇതിൽ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റും. എല്ലാത്തിൻ്റെയും പേരെഴുതി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ ഹോം സെൻറ്ററിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. അടുത്തതൊരു ഡിഷ് ഡ്രെയിനറാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ. വളരെ യൂസ്ഫുള്ളാണിത്. നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി ഇതിൽ ഇടാവുന്നതാണ്. ഇതിൻ്റെ അടിയിൽ ഇതേപോലെ ഒരു ട്രേ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ ആ ട്രേയിൽ വന്ന് സ്റ്റോർ ആയിക്കോളും. പാത്രങ്ങളൊക്കെ കഴുകിയ ശേഷം ആ ട്രേ നമുക്ക് എടുത്തിട്ട് കഴുകി അതിലെ വെള്ളമൊക്കെ കളഞ്ഞ ശേഷം ഒന്ന് തുടച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ്. സ്പൂണൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ഇതേപോലെ ചെറിയൊരു സ്പേസ് ഉണ്ട്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിഷ് ഡ്രെയിനറാണിത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയ സാധനങ്ങൾ. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.